അപ്പോൾ ഇന്ന് എന്തറിയോ, ഇന്നൊരു പുതിയ കോംബോ നമുക്ക് പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. ജബ്രിസ. ശരിക്കും പറഞ്ഞാൽ കോംബോ 2 പേര് വെച്ചിട്ടാണോ അതോ ഇനി 3 പേര് വെച്ചിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് 3 പേര് വെച്ചിട്ടാണ്. കോംബോ എന്ന് പറഞ്ഞാൽ 2 പേരെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പൊ ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട് 3 പേര് വെച്ചില്ല. ജബ്രിസ. ജബ്രി പറഞ്ഞ ജാസ്മിൻ പ്ലസ് ഗബ്രി പ്ലസ് സായി. അതാണ് ജബ്രിസ എന്ന് പറയുന്നത്. നല്ല പേരല്ലേ, നല്ല രസമുണ്ട് കേൾക്കല്ലേ. അപ്പോൾ എന്താണ് സായിന്റെ ഉദ്ദേശം എനിക്കൊരു ഐഡിയ ഇല്ല. ഗെയിം പ്ലാൻ ആവാം, അല്ലാതെ ആവാം, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെയായാലും 3 പേരുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, ജബ്രിസ എന്ന് പറഞ്ഞിട്ട്. അത് എങ്ങനെ പോകണ്ടേ എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം. ഇനി നമ്മുടെ സീക്രട്ട് സായി കൃഷ്ണ ബിഗ് ബോസിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഹൈപ്പിലൊക്കെയാണ് പോയത്. അവസാനം തേണ്ടിപ്പം പടമായി പോയി. അതിനെ ട്രോളിക്കൊണ്ട് സ്വന്തം ഭാര്യ സ്നേഹ തൻ്റെ സീക്രട്ടിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റും എല്ലാം കൂടെ ചേർത്താണ് പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഗബ്രിഫ അല്ലേ, ഗബ്രി, ജസ്മിൻ, സായി. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എങ്ങനെയാണ്. ഇന്നലെ ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണനും ഈ നമ്മുടെ സീക്രട്ടിനെ ട്രോളിക്കൊണ്ട് വീഡിയോ വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നേരമാണ് ഒന്ന് ആക്റ്റീവ് ആകുന്നത്. മിക്കവാറും എല്ലാ ചാനലും ഡോക്ടറുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ അഭിപ്രായം, പ്രത്യേകിച്ച് കൃത്യമായ സമയത്താണ് ഡോക്ടർ ആ വീഡിയോ ഇട്ടത് എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹിച്ച കാര്യമുണ്ട്, ഇങ്ങനെ എന്താണ് കാണിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. സീക്രട്ടിനെ സംബന്ധിച്ച് ഭയങ്കര ഹൈപ്പിപ്പോയൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങേര് എന്താണ് കാണിക്കുന്നത് എന്ന് നമ്മൾ തന്നെ മനസ്സ് വിചാരിച്ചു. എന്താ ഇവിടുന്നൊക്കെ എന്തോ പരിപാടിയായിരുന്നു, കാറിലിരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് കവാത്ത് മറന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്നേഹയും പറയുന്നത്. എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം, പുറത്തെ കാര്യങ്ങളെല്ലാം. പക്ഷേ ഗെയിം പ്ലാൻ ചെയ്ത് പോയതുപോലെ അല്ല അവിടെ കളിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. പിന്നെ മൈൻഡിൽ വേറെ ഒരു ഗെയിം ഉണ്ടോ എന്നുള്ളത് അറിയാൻ വയ്യാന്ന് സ്നേഹ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിച്ചു, ഞാൻ ഈ പുതിയ ആൾക്കാർ വരുമ്പോഴേ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ചിന്ത സീക്രട്ടിനെ അവിടെ പോയി പൊളിക്കും എന്നുള്ളതാണ്. നമുക്ക് സ്നേഹ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കാം. ജിൻഡുമായിട്ടൊരു അടി ഉണ്ടായി. എന്താ പറയാ, സായി മറ്റേ ജാസ്മിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജിൻഡു വന്നിട്ട് നീ എന്താ അവിടെ ഇങ്ങനെ പണിയെടുക്കാതെ നിൽക്കുന്ന അവിടെ എന്താ സംസാരിച്ചോണ്ടിരുന്നപ്പോ സായി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു വർത്താനം പറഞ്ഞു കഴിഞ്ഞ് സായി പറഞ്ഞത് അത് എനിക്ക് അധികം സുഖിപ്പിച്ചില്ല. കാരണം സായി പറഞ്ഞു ശരിക്കും ഞാൻ ജിൻഡോനോട് അത്ര ഒന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ജിൻഡോ വന്നപ്പോ ഓക്കെ എന്ന് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ അതല്ല വേണ്ടത്, നമ്മുടെ കാണികൾക്ക് നമ്മൾ ആ അടി കാണണം. നമ്മളൊന്നും എന്ത് പറഞ്ഞാലും ഓക്കെ എന്നല്ല പറഞ്ഞു. നമ്മൾ എന്തുണ്ടെങ്കിലും ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ എന്തായാലും അടി കാണാൻ തന്നെ വേണ്ടി നിൽക്കുന്നത്, സായിന്റെ അടി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇനി എന്താ വിചാരിച്ചറിയാം, ഇതിങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ കഴിയുമ്പോൾ സായി ഒന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആവണം, കുറച്ചും കൂടി അടിപൊളി. മേ ബി ഉള്ളിൽ ഗെയിം ഉണ്ടാവാം എന്തായിരിക്കും, പക്ഷെ കാണികൾക്ക് വേണ്ടത് കുറച്ചും കൂടി നല്ല അറ്റാക്കിംഗ് മോഡിലുള്ള ആൾക്കാരെയാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. സായിയും ജിൻഡോയായിട്ട് കൊമ്പ് ഓർക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ തംലൈനൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വെക്കുക. ഇപ്പം ഇടിപൊട്ടും ജിൻഡോ ഓർ സായി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കട്ടക്കലിപ്പിലാണ് എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പം ഇല്ല ഭയങ്കരനായിട്ട് മലയായിട്ട് വന്ന് നമ്മുടെ സീക്രട്ട് ഒരു എലിയായി പോകുന്നതാണ് പിന്നെ കണ്ടത്. അത് സത്യം പറഞ്ഞാൽ എനിക്കും ഒരു അമ്പരപ്പുണ്ടായി. അത് തന്നെയാണ് സ്നേഹയും പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല. അതാണ് സീക്രട്ടിനെ പറ്റിയ ഏറ്റവും വലിയ പറ്റ്. അദ്ദേഹത്തിന് പുറത്തെ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ പല റിവ്യൂയിലൂടെയും പറയുന്നതാണ്. അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കവാത്ത് മറക്കുന്നു. അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. പുറമേ നിന്ന് ഗോളടിക്കാൻ എല്ലാവർക്കും നല്ലതാണ്, പക്ഷേ ഫീൽഡിൽ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ കളി മറന്നു പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് ആരെ വേണമെങ്കിൽ വിമർശിക്കാം. ഇപ്പം ഞാനിക്ക് ഇവിടെ ഇരുന്ന് വിമർശിക്കാം. ഞാൻ അവിടെ ചെന്ന് കളിക്കുമ്പോഴാണ് കളി എന്താണെന്നും എങ്ങനെ കളിക്കണമെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ നമ്മൾ പകച്ചു പോകും. അത് അറിയാതെയാണ് സീക്രട്ട് ഇത് വളരെ സിമ്പിളാണെന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. സ്നേഹ അത് തന്നെയാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്താണ് ഈ കാണിക്കുന്നതെന്ന് യാതൊരു രീതിയിലും ഭാര്യയായ സ്നേഹയ്ക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നെ നമുക്കെങ്ങനെ മനസ്സിലാവാനാ അല്ലേ?
അത് തന്നെയാണ് ഡോക്ടർ റൂബിനും പറഞ്ഞത്. ചളവിള കാറിലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫീൽഡിൽ ഇറങ്ങി കളിച്ചാലും മാത്രമേ അറിയത്തുള്ളൂ. ഡോക്ടർ ഏറ്റവും കൂടുതൽ വലിച്ചു കീറിയ ഒരു വ്യക്തിയും കൂടാണ് ഈ ഫീക്കട്ടയായിട്ട്. സായിക്ക് അറിയാൻ സംഭവം, പക്ഷെ മേ ബി ഒരു ഗെയിം കളിക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ എനിക്കൊരു കുറച്ച് ഇതായിട്ടോ. കാരണം എന്തിനാണ് വാണിംഗ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ മെന്റലി ഡൗൺ ആവാതിരിക്കാൻ അറിയില്ല. പക്ഷെ ഇനിയെങ്കിലും സായി അത് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഗെയിം കളിച്ചാൽ അടിപൊളിയാവും. അതാണ് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായം. ഓക്കെ, ഇത് സ്നേഹിയോട് എനിക്ക് ബഹുമാനം കൂടിയൊരു നിമിഷമാണ്. കാരണം പൊതുവേ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഞാനും വീഡിയോയ്ക്കകത്ത് പറയുന്നതാണ്. ഇത് ജാസ്മിനോടും ഗബ്രിയോടും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനാണ് കൂടുതൽ സമയം. അവിടെ ചെന്നതിന് ശേഷം കൂടുതൽ സമയം കണ്ടെത്തിയത് അതിനു വേണ്ടിയാണ്. ബിഗ് ബോസിൻ്റെ വാണിംഗ് കിട്ടുന്നു, അന്നേരവും നിർത്താൻ തയ്യാറല്ല ഞാൻ. ജാസ്മിനുമായിട്ട് സംസാരിക്കുന്നു, ജാസ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്തോ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി അനാവശ്യമായൊരു തിടുക്കം കാണിക്കുന്ന സീക്രട്ടറി തന്നെയാണെന്ന്. എന്താണ് ജാസ്മിൻ്റെ ഗുഡ് ബുക്ക് ഇതിൽ ഇടം പിടിക്കുകയാണോ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോൾ. അതേപോലെ ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നു, ജാസ്മിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടുന്നു. അപ്പം ആൾക്കാർ പൊതുവെ ഗബ്രിയോടും ജാസ്മിനോടും ആൾക്കാർക്കൊരു നീരസമുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് അവർ കാണിക്കുന്ന പ്രവൃത്തിയാണ് അവർക്കൊരു നീരസം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് സീക്രട്ടേനെ അറിയുകയും ചെയ്യാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലെല്ലാം തന്നെ നമ്മളെ ഗബ്രി ജാസ്മിൻ കോംബോയെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് നടന്ന് ഫ്ലൈറ്റുമൊക്കെ പിടിച്ച് ചെന്നൈ ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം മറക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് സീക്രട്ടേനെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ പ്രതീക്ഷിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞ് സീക്രട്ടേനെ ചെന്നിട്ട് ഗബ്രി ജാസ്മിൻ കോംബോയെ വലിച്ചു കീറി ഒട്ടിക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് നടന്നില്ല. അവിടെ അത് ചെയ്തത് നന്ദന, ഫിബിൻ, അതുപോലെ അഭിഷേക് ശ്രീകുമാർ ഇവരൊക്കെയാണ് ചെയ്തത്. പ്രത്യേകിച്ച് നന്ദന നന്നായി എന്തോന്ന് ചെയ്തു. അതുകൊണ്ട് നന്ദന ഓവർ സ്മാർട്ടാണെന്ന് ആൾക്കാർ പറയുന്നുവെങ്കിലും നന്ദനയ്ക്കിപ്പം നല്ല ഫാൻസ് ഉണ്ട്. നന്ദന ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മൾ ഓർക്കാൻ. അത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്ദനയുടെ ഒന്നുമില്ല. പക്ഷെ നന്ദനയുടെ ആ ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റ്, ആ ഒറ്റ കാര്യം കൊണ്ട് നന്ദന എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ഫിബിൻ ആ ഡിബേറ്റിനെതിരെ ഈ ഇടയിൽ ജാസ്മിനെയും ഗബ്രിയും വലിച്ചു കീറിയത്, അതൊക്കെ എല്ലാവരും ഓർക്കും, എന്തുതന്നെ പൂജ പോലും. പക്ഷേ സീക്രട്ട് ഏജന്റ് ഇതൊന്നും മിണ്ടാതെ അവിടെ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുക, ജാസ്മിനോട് തൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ജാസ്മിന് പുറത്തുണ്ടായ നെഗറ്റീവ് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനമായിട്ട് പണി മേടിക്കുകയും ചെയ്തു. ജാസ്മിൻ നോമിനേറ്റ് ചെയ്ത് സീക്രട്ട് ഏജന്റിനെയാണ്. അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇനി ഗബ്രിയെ മാറ്റിയിട്ട് സായിയും ജാസ്മിനുമായിട്ടൊരു കോംബോ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയാണോ നടക്കുന്നതെന്നറിയില്ല. ഏതായാലും കളി മറന്ന സീക്രട്ട് ഏജന്റിനെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണുന്നത്. ഇന്നലെ ഡോക്ടർ റോബിൻ ട്രോളി, ഇപ്പം തേണ്ടിത ഭാര്യ സ്നേഹയും ട്രോളിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം മിക്കവാറും യൂട്യൂബ് ചാനലുകളെല്ലാം അധികം മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഇനിയും ദിവസങ്ങൾ ഇങ്ങനെ കളി തുടങ്ങുമെങ്കിൽ എല്ലാവരും വലിച്ചു കീറും.